നമസ്കാരം. ചേട്ടാ, ചേട്ടൻ്റെ പേര്? ഇവൻ നിജിൽ. കേട്ടില്ല. നിജിൽ നിജിൽ നിജിൽ. ഓക്കെ ചേട്ടാ, ഇപ്പോഴത്തെ സമകാലീനമായ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറയുന്നത് ഡ്രഗ്സിൻ്റെയും ഈ ആൽക്കഹോളിൻ്റെയൊക്കെ പിറകെ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ അതെങ്ങനെ നിയന്ത്രിക്കാൻ എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളത്? നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ കുട്ടികളിലാണ് കൂടുതലായിട്ടും ഇതിൻ്റെ ഉപയോഗം കാണപ്പെടുന്നത്. അതായത് സ്കൂളുകളിൽ അതിന് വേണ്ട ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. പിന്നെ എല്ലാത്തിൻ്റെ അടിസ്ഥാന ഫാമിലിയാണല്ലോ, കുടുംബമാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടാവും, അവർക്ക് തിരക്കായിരിക്കും, കുട്ടികൾ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കിട്ടുന്ന സമയങ്ങൾ കുട്ടികളെ കൊണ്ട് മാറ്റി വയ്ക്കുക, അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണ്, ഡ്രഗ്സ് എന്താണ് എന്നുള്ള കാര്യം ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു രക്ഷിതാവിന് കഴിയുന്നതാണ്. കൂടുതൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത് കുടുംബത്തിൽ നിന്നും, പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് സ്കൂളുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്യാമ്പസുകളിൽ അത്തരമുള്ള പ്രോഗ്രാമുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ വെക്കുന്നതിൽ ഗവൺമെൻറ്റും മറ്റെല്ലാം സപ്പോർട്ട് ചെയ്യുക. അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് വ്യക്തിപരമായിട്ടും. നമ്മുടെ നിയമ സംവിധാനത്തിനും എങ്ങനെയാണ് ഈ ഒരു സമീപനം എങ്ങനെയാണ്? അവർ ഇതിനെ നിയന്ത്രിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രവർത്തനമെല്ലാം നേരെയാണോ പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? നിയമത്തിനൊരു പരിമിതിയുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും അവർക്ക് വന്നിട്ട് ചെയ്തു തരാൻ പറ്റത്തില്ലല്ലോ. ഗവൺമെൻറ്റിനായാലും പോലീസിനായാലും അവർക്ക് ഓരോ കാര്യം ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾക്കും അവർ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതേപോലെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഇടയ്ക്ക് മലപ്പുറത്തൊരു വീട്ടിലൊരു പ്രസവം നടന്നതിന് ശേഷം അതിനെ തുടർന്ന് ഒരു കുട്ടി മരിക്കാനിടയായി. അപ്പോൾ ഈ വീട്ടിലെ പ്രസവിക്കുന്ന ഇതിനോട് ഒരു ഒരു വിഭാഗം ആളുകൾ അത് സ്യൂഡോ സയൻസിൻ്റെ പേരിലും പലതും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? സ്യൂഡോ സയൻസ് എന്നുള്ളതില്ല. സ്യൂഡോ സയൻസ് എന്ന സംഭവമില്ല. സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. അത് മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഈ മറ്റേതെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മതമാണ്. ഏത് മതം എടുത്താൽ എല്ലാ മതത്തിലും അന്ധവിശ്വാസമുണ്ട്. അതിന് മതം നിരോധിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. അത് നമ്മുടെ ഈ രാജ്യത്ത് കഴിയത്തില്ല. അത് മതമില്ലാത്ത രാജ്യം ഒരുപാടുണ്ട്. സ്വിറ്റ്സർലാൻഡ്, ലക്സംബർഗ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ ഒരു വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മതത്തിൻ്റെ പിറകെ പോകാതെ പരമാവധി സയൻസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സയൻസിന് അവയർനെസ് കൊടുക്കുക, അതിലൂടെ ഒരു പുത്തൻ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതേ പറയാൻ പറ്റുക. മതമാണ് എല്ലാത്തിനും ഒരു കാരണം, മതവും അതിലുണ്ടാകുന്ന അന്ധവിശ്വാസങ്ങളും. പക്ഷെ അവർ പറയുന്നത്, അവരിതിനെ പഴിക്കുന്നതെന്ന് പറയുന്നത് ഈ അക്യോപഞ്ചർ പോലുള്ള രീതികളിലൂടെ ഇത് സുഖപ്രസവമാണെന്നുള്ള വാദിച്ചാണ് അവർ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ബോധവൽക്കരണം നടത്തിയാണ്. ഇതിനിടയ്ക്ക് തന്നെ സ്റ്റേജിൽ ഏറ്റവും വീട്ടിൽ പ്രസവം നടത്തിയവരെ പ്രശംസിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം തന്നെ ഉണ്ടായി. അപ്പോൾ ഈ ആൾക്കാരുടെ, ജനങ്ങളുടെ ഇടയിൽ ഇതെങ്ങനെ അവരെ മാറി ചിന്തിപ്പിക്കാൻ ശ്രമിക്കും, അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും ഇതിൽ നിന്ന്? ഇവർ ഈ പറയുന്നതിന് ശാസ്ത്രീയമായിട്ട് അടിത്തറയില്ലല്ലോ. അവർ പറയുന്നതല്ലേ, അതിൽ സയൻസ് തെളിയിച്ചിട്ടില്ല. നമ്മൾ മെഡിക്കൽ സയൻസ് അത്രയും ഡെവലപ്ഡാണ്. ഇപ്പോൾ തന്നെ SIT പോലുള്ള ഏത് ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാലും ഡെലിവറി എന്ന് പറയുന്നത് 99% സക്സസ് ആണ് ഹോസ്പിറ്റലുള്ളത്. അതിൽ 1% പോലും ഫെയിലിയർ ആയിട്ട് അങ്ങനെ വരുന്നില്ല. അപൂർവമായിട്ട് മാത്രമേ വരുന്നുള്ളൂ. കാരണം നമ്മളെ മെഡിക്കൽ സയൻസ് അത്രയും ഡെവലപ്ഡാണ്. എല്ലാവരും ആരെങ്കിലും മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ തന്നെ അന്ധവിശ്വാസങ്ങൾ ഇതിലേക്ക് ആൾക്കാരെ വഴിതിരിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു വസ്തുത കാണാതെ പോകരുത്. പരമാവധി ചെയ്യാനുള്ളത് മെഡിക്കൽ സയൻസ് ഡെവലപ്ഡാണ്. എന്ത് അസുഖത്തിനായാലും ശരി ഹോസ്പിറ്റലുകളെ സമീപിക്കുക, നല്ല ഡോക്ടർമാരെ സമീപിക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ സമീപിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ്റിന് എങ്ങനെ അതിനെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും? ഗവൺമെൻറ് എന്തൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം? ഒരൊറ്റ നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും. അന്ധവിശ്വാസ നിരോധന നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അതേപോലെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ യുവതലമുറയെല്ലാം പുറത്തു പോകുന്നു. അത് പഠനം എന്ന് പറഞ്ഞുപോയി അവർ പിന്നെ അവിടെ തന്നെയാണ് താമസവും ജോലിയും ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു വ്യാവസായികമായ ഒരുപാട് സ്റ്റാർട്ടപ്പിന് പ്രോത്സാഹനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും ആരും തയ്യാറാവുകയോ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം എന്നുള്ളതിന് ഒരു അഭിപ്രായം എന്താ? പുറത്ത് പോകുന്നതിന് കൂടുതലും ഉണ്ടാകുന്നത് അവർക്കുള്ള നേട്ടം ഫിനാൻസ് തന്നെയാണ്. ഇവിടുത്തെ ഒരു വേജസ് സാലറി സിസ്റ്റം അല്ലല്ലോ പുറത്തുള്ളത്. ഇപ്പോൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് പിന്നെ അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ വിദേശത്ത്, എസ്പെഷ്യലി ഗൾഫല്ല ഉദ്ദേശിച്ച് യൂറോപ്പിൽ ജീവിത രീതി തന്നെ വ്യത്യാസമുണ്ട്. നമുക്ക്
കൂടുതൽ ചിലപ്പം അതുകൊണ്ടായിരിക്കും അവരങ്ങോട്ട് പോകുന്നത്. പിന്നെ മെയിൻ വിഷയം ഫിനാൻസ് തന്നെയാണ്, സാമ്പത്തികം തന്നെയാണ്. ഇവിടെ കിട്ടുന്നതിൻ്റെ 2-3 ഇരട്ടി ശമ്പളം അവിടെ അവർക്ക് കിട്ടുന്നുണ്ടാവാം. കൂടുതൽ പറയാൻ എനിക്കറിയത്തില്ല, അതുകൊണ്ടായിരിക്കും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമസ്കാരം ചേച്ചി. ചേച്ചി പേര്? പേര് സുധാ ഗിരീഷ് കുമാർ. ചേച്ചി ട്രിവാൻഡ്രത്ത് തന്നെയാണ്? വലിയ വിള. ഓക്കെ. എന്താണ് ജോലി ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. ഓക്കെ. ചേച്ചി ഒരു ചോദ്യം ചോദിക്കാനാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീട്ടിലെ പ്രസവം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീ മരിക്കുകയും അങ്ങനത്തെ വിഷയമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? എനിക്കതിനെപ്പറ്റി നല്ല അഭിപ്രായമല്ല. കഴിയുന്നതും വീട്ടിലെ പ്രസവം ഒഴിവാക്കുന്നതാണ് നല്ലത്. ആശുപത്രി കേസ് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. സ്ത്രീകൾക്കായാലും എല്ലാ ആവശ്യങ്ങൾക്കും വീട്ടിലെ ഇതിനേക്കാൾ നല്ലത് നമുക്ക് ആശുപത്രി തന്നെയാണ് നല്ലത്. ആ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതെങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ബോധവൽക്കരിക്കാൻ നടത്താമെന്നാണ് ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ? ഇതിന് ആൾക്കാരുടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും? ആൾക്കാരടുത്ത് എത്ര പറഞ്ഞാലും അവരൊക്കെ അനുസരിക്കത്തില്ലല്ലോ. അവർക്ക് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടി വരുന്നതനുസരിച്ച് ഓരോരോ മരണങ്ങളും അതും ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേര്? ശ്രീദേവി. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്? ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ലോട്ടറി കച്ചവടമാണ്, പിന്നെ ഒരു ഓഫീസ് വർക്കും കൂടെ ഉണ്ട്. ഓക്കെ. ചേച്ചി, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഈ ഇടയ്ക്ക് നടന്നെന്ന് പറഞ്ഞാൽ വീട്ടിലെ പ്രസവിക്കുന്നത് ഒരുപാട് രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ത്രീ മരിച്ചു. അപ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? വീട്ടിൽ പ്രസവിക്കുന്നത് നല്ലതാണോ അതോ ആശുപത്രി തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്? അല്ല, വീടിപ്പോൾ അങ്ങനെ പൊതുവായിട്ടും വീടിപ്പം ആരും പ്രവർത്തിക്കുന്നില്ലല്ലോ. ആശുപത്രിയാണല്ലോ, ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ ഹോസ്പിറ്റലാണ് ഏറ്റവും നല്ലത് വീടിനേക്കാളും. ഓക്കെ. ഇത് ആൾക്കാരുടെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ ആശുപത്രിയിൽ പോയാൽ സേഫ് അല്ല, വീട്ടിലാണ് ഏറ്റവും നല്ലത്, അതൊക്കെ പണ്ടും ഇങ്ങനെ തന്നെയാണല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ അതെങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ബോധവൽക്കരണം നടത്താമെന്നുള്ള ഒരു അങ്ങനെ പണ്ട് മുതലേ ആളുകൾ ഹോസ്പിറ്റലിൽ പോവാറില്ല, വീട്ടിനകത്ത് നിന്നാണ് പ്രസവിക്കുന്നത്. ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. എനിക്കങ്ങനെ അതിനോട് താല്പര്യമില്ല. ഹോസ്പിറ്റലാണ് നല്ലതെന്നാണ് താല്പര്യം. ഇല്ല, ഞാൻ അന്ധവിശ്വാസത്തിന് എതിരാണ്. ഈ അന്ധവിശ്വാസം തന്നെയാണ് ഇതിന് മുഖ്യ കാരണം എന്നുള്ള അന്ധവിശ്വാസം തന്നെയാണെന്നുള്ള എതിരാണ് എനിക്ക്. നമ്മുടെ ഇപ്പോൾ ഇത് ആൾക്കാരുടെ യുവതലമുറയിൽ ഇതിലെങ്ങനെ ബോധവൽക്കരണം നടത്താം? ആശാ വർക്കേഴ്സ് അങ്ങനെ അവർ വഴി എങ്ങനെയാണ് അഭിപ്രായം? അവർ വഴി ഈ ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് എങ്ങനെയാണ്? ആശാ വർക്കർ വഴി ബോധവൽക്കരണം നടത്തുന്നതായിരിക്കും നല്ലത്. അത് അവരാകുമ്പോഴേ ഇത്തിരി കൂടുതൽ ഇതായിട്ട് പെരുമാറും. മനസ്സിലായോ? വീട് തോറും ചെന്ന് ഇതിനെപ്പറ്റി കൂടുതൽ പെരുമാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊരു ബോധവൽക്കരണം അവർക്കുണ്ടാവാം. നമ്മളിപ്പോൾ ഒരു സർവേ നടത്തണം. എത്ര പേര് ഇതിനെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു എന്നുള്ള ഒരു ചിലവര് പ്രതികൂലിക്കും, ചിലവർ അനുകൂലിക്കും. ഇത് നല്ലവരുണ്ട്, ചില ചിത്തവരുണ്ട് പറയണത്, ചില ശരിയാണെന്ന് പറയണവരുണ്ട്. പക്ഷേ അതിൽ സർവേ നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സിനിമയെന്ന് പറയാൻ പറ്റൂല. സ്വാഭാവികമായിട്ടും സ്കൂൾ തലങ്ങളിൽ നിന്നാണ് കൂടുതലും, സ്കൂളിൻ്റെ പരിസരത്തിൽ നിന്നാണ് ലഹരി ആരംഭിക്കുന്നത്. അവിടെ ഏജൻറ്റുമാരായി എത്തിക്കുന്ന ടീം അവിടെ പുറകിലുണ്ട്. അത് ആരാണോ എന്ന് നമുക്ക് ജനങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടപടി മുമ്പോട്ട് പോകുന്നുണ്ട്. മുമ്പ് ഇത് ഒരു മൈൻഡിലില്ലാതെ വിട്ടുപോയി. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതൊരു ശ്രദ്ധിക്കാതെ, സർക്കാർ ഇത് ശ്രദ്ധിക്കണമായിരുന്നു. ആദ്യമേ പോലീസ് മുഖേന ഇത്തരത്തിലുള്ള ഏജൻറ്റുമാരെ പിടിച്ചിരുന്നെങ്കിൽ ഒരുപാട് യുവാക്കൾ, കുട്ടികൾ രക്ഷപ്പെട്ടേനെ. ഇപ്പോൾ കുറേ ലഹരിക്ക് അടിമയായി കുടുങ്ങിപ്പോയി. ഇനി അവരെ നന്നാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് കഷ്ടമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോലീസ് കുറച്ച് ഒരു 2-3 മാസമായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. കുറേ കേസുകൾ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന കേസല്ല, ഇന്ത്യയിൽ മുഴുവനായിട്ടും സപ്ലൈ നടക്കുന്നുണ്ട് എന്നാണ് പോലീസിൻ്റെ പേപ്പർ വാർത്തയിൽ നമ്മൾ മനസ്സിലായത്. അപ്പോൾ ഇത് തടയണമെങ്കിൽ സർക്കാർ തന്നെ തീരുമാനിക്കണം. അതിനോടൊപ്പം സോഷ്യൽ മീഡിയ ആണ് മെയിൻ ഇതിൻ്റെ ഹെഡ്. സോഷ്യൽ മീഡിയയിൽ കുട്ടികൾക്ക് ഭയമില്ലാതെ പോയി. ഇപ്പോൾ ആരെയും പേടിയില്ല. സോഷ്യൽ മീഡിയ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള ധൈര്യം കൊടുക്കുന്ന സോഷ്യൽ മീഡിയ ആണ് കുട്ടികൾക്ക്. ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാരോട് പോലും മേക്കിട്ട് കയറാനുള്ള ആ ഒരു സ്വാധീനം അവർക്ക് കിട്ടുന്നുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത് സർക്കാർ
മുമ്പ് കാലങ്ങളിലെല്ലാം കുട്ടികളെ അടിച്ചും പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും പഠിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നു, വിദ്യാഭ്യാസം നേടിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളെ തൊടാൻ പാടില്ല, അപ്പോൾ ചൈൽഡ് ലൈനിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ടീച്ചർമാരും അധ്യാപകരെല്ലാം. ചൈൽഡ് ലൈനിൽ പോയി ഞങ്ങൾ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കുമെന്ന ആ രീതിയിലാണ് പ്രതികരിക്കുന്നത് കുട്ടികൾ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സർക്കാർ തന്നെ അതിനുള്ള എന്താണ് പോകാൻ വഴിയെന്ന് കണ്ടെത്തണം. അത്രയാണ് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതുപോലെ ഇപ്പോഴത്തെ പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളാണ് വളരെ ഒരു ചെറിയൊരു തെറ്റാണെങ്കിലും ആൾക്കാർ തിരുത്താൻ ഉണ്ട്. ഇപ്പോൾ എല്ലാം അണുകുടുംബങ്ങളിലേക്ക് മാറി. അതും ഒരു കാരണമാണെന്ന് തോന്നുന്നുണ്ടോ? തിരുത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരാളോട് നന്നാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. ആ സമയത്താണ് നമ്മളെ മേക്കിട്ട് കയറാൻ വരും. നമ്മളിപ്പോൾ കുട്ടികളല്ലേ ഉപദേശിച്ചാൽ പിറ്റേന്ന് നമ്മൾ അവരെ നോട്ടപ്പുള്ളിയായി മാറും. ഇപ്പോൾ കഞ്ചാവിൻ്റെ ടീം, മയക്കുമരുന്ന് ടീം എന്ന് പറയുന്നുണ്ടല്ലോ, അവർ ഒരു ചെയിനായിട്ടുള്ളതാണ്. അവരെ ഒരാളെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ അവർ കൂട്ടമായി പിന്നീട് വന്ന് ആക്രമിക്കുന്നത് സമ്പ്രദായമാണ് ഇപ്പോൾ ഉള്ളത്. ആർക്കും ഉപദേശിക്കാൻ പറ്റുന്നില്ല. ചില സമയങ്ങളിൽ പോലീസിന് പോലും പ്രതികളെ സ്റ്റേഷനിൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് കഞ്ചാവ് കൊടുത്തില്ലെങ്കിൽ അവർ സ്റ്റേഷനിൽ പോലും തലയിട്ടടിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. എങ്ങനെയാണ് പിന്നെ നമ്മൾ ഉപദേശിക്കൽ? അതേപോലെ പോലീസിനും ഗവൺമെൻറ്റിനും എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഗവൺമെൻറ്റിനും പോലീസിനും വിചാരിച്ചാൽ ഇത് ഇനി വരുന്ന കുട്ടികളെങ്കിലും സംരക്ഷിക്കാൻ പറ്റും. പെട്ടുപോയവരെ ക്രമേണ നന്നാക്കാൻ പറ്റും, മറ്റുള്ളവരെ എങ്കിലും നന്നാക്കാൻ പറ്റും. സർക്കാർ വിചാരിക്കണം. സ്കൂൾ തലങ്ങളിൽ നല്ല ടീച്ചേഴ്സിനും മാഷന്മാർക്കുള്ള നല്ലൊരു സപ്പോർട്ട് സർക്കാർ കൊടുക്കണം. ഇപ്പോൾ ചെറിയ വെറുതെ ഒരു എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ അടിച്ചു, പരിക്കൊന്നുമില്ല, ഒരാൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആക്കിയാൽ അവരപ്പോൾ കേസെടുത്തു. അധ്യാപകർ പിന്നെ ബാക്കിയുള്ള അധ്യാപകർക്ക് ഭയം വന്നില്ലേ? പിന്നെ എങ്ങനെയാണ് അവർ ഇടപെടൽ? അത്തരത്തിലുള്ള സമീപനം ഒന്നും കൂടി പരിശോധിച്ചിട്ട് നടപടിയെടുക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. സ്പോട്ടിനുള്ള കേസും രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനം ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പോലീസും ഇപ്പോൾ ഒരുപാട് പേര് ഇതിനെ എത്തിച്ചു കൊടുക്കാനും ഒരുപാട് പേര് ഏജന്റുകളുണ്ടെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞതാണ്. ഏജന്റുമാർ നമ്മൾ ന്യൂസിലെല്ലാം കാണുന്നതാണ്. അതെ. അപ്പോൾ ഇപ്പം മംഗലാപുരത്ത് നിന്ന് വെച്ചിട്ട് വലിയൊരു ടീമിനെ പിടിപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ടീം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തം സപ്ലൈ ചെയ്യുന്ന ടീം എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ നമുക്ക് ന്യൂസിൽ കണ്ടെത്തിയത്. അപ്പോൾ ഈ പോലീസും എക്സൈസും വളരെ അനാസ്ഥ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പോലീസിന് സർക്കാരിൽ ഇടപെടുന്നത് കൊണ്ടാണ്. സർക്കാർ പോലീസിന് സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നില്ല. ഒരാളെ പിടിച്ചാൽ അപ്പം അവരെ ആ ഭരിക്കുന്ന പാർട്ടിൻ്റെ നേതാക്കന്മാർ അതിൻ്റെ പിന്നിൽ പോകും. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ശരിയായ രീതിയിൽ ഇടപെടാൻ പറ്റുന്നില്ല, കേസെടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു കേസെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അന്വേഷണം നടത്താൻ പറ്റുന്നില്ല. പോലീസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഇടപെടലുകളാണ് ഇല്ലാതാവേണ്ടത്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ കടുത്ത ശിക്ഷ ഉള്ള നിയമം തന്നെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ജാമ്യം കൊടുക്കാത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് പിടിക്കുന്നവർക്ക് അത് ഒരാളല്ല, ഒരുപാട് തലമുറകളാണ് നശിപ്പിച്ചു പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു സമകാലിക പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികൾ ഡ്രഗ്സിൽ അല്ലെങ്കിൽ ഇത് മയക്കുമരുന്ന്, ലഹരി, ഇതെല്ലാത്തിലും വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വീടാണ്. വീട്ടിൽ നിന്നുമാണ് ഇതിൻ്റെ തുടക്കം. വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും കുട്ടികൾ ചോദിക്കുന്ന പൈസ കൊടുക്കും. അപ്പോൾ ഇത് തുടക്കത്തിൽ അമ്മമാർ ഈ പൈസ കുട്ടികൾ ചോദിക്കുമ്പോൾ അമ്മമാർ ചോദിക്കേണ്ടത് എന്തിനാ പൈസ എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ അച്ഛന്മാർ ചോദിക്കണം. ആൺകുട്ടികളാകുമ്പോൾ അമ്മമാർ ചോദിക്കുന്നില്ല, ചോദിക്കുന്ന പൈസ കൊടുക്കും. അപ്പോൾ കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സമ്പ്രദായം. കാരണം ഇത് നിൽക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ അമ്മമാർ തന്നെ വിചാരിക്കണം, അല്ലാണ്ട് ഗവൺമെൻറ് വിചാരിച്ചെന്നുള്ള ഇതൊന്നും നടക്കില്ല. കാരണം എല്ലാവരെയും നോക്കാൻ പറ്റില്ലല്ലോ, ഓരോ കുടുംബത്തിൽ പോയിട്ട് ഓരോരോ ആൾക്കാരെ നോക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ചെയ്യേണ്ടത് അമ്മമാർ തന്നെ ശ്രദ്ധിക്കണം, അമ്മമാരും അച്ഛന്മാരും തന്നെ. കാരണം അച്ഛൻ ഗൾഫിലായിരിക്കും, അമ്മയ്ക്ക് വരുമാനം കൂടും, അമ്മ ചോദിക്കുന്നത് പോലെ കൊടുക്കും പൈസ. അപ്പോൾ ഇത് കൊണ്ടിട്ട് കുട്ടികൾ നശിക്കുക തന്നെയാണ്. സ്കൂളിലും 8ാം ക്ലാസ്സും 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളടക്കം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് അധ്യാപകർക്ക് ഇതറിയില്ല. കുട്ടികൾ ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങുമ്പോഴായിരിക്കും അധ്യാപകർ വിചാരിക്കും ആ കുട്ടികളാ അതങ്ങനെ സംഭവിച്ചിട്ട് പോയി എന്ന് വിചാരിക്കും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കിപ്പിക്കുന്നതാണ്. അതേപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമകളെന്ന് പറയുമ്പോൾ സിനിമയിൽ കാണുന്ന സ്റ്റൈലാണല്ലോ കുട്ടികൾ ചെയ്യുന്നത്. ഈ ദൃശ്യം സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ കുറേ കുട്ടികൾ കുറേ കാട്ടിക്കൂട്ടി. ഇതൊക്കെ ഇപ്പോൾ എന്താ വെഞ്ഞാറമൂട് എവിടെ കണ്ടില്ലേ, ഇതൊക്കെ സിനിമ സ്റ്റൈലാണ്. ചുറ്റി കൊണ്ടടിച്ച് കൊല്ലല്ലേ. ഈ സിനിമയാണല്ലോ ഇതിന് തുടക്കം വെക്കണമെന്ന് സിനിമ തന്നെയാണ്.
സിനിമ എല്ലാവരും കാണാൻ പോകണം, പക്ഷേ അതിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തെളിവില്ലാത്ത പോലെ, അതുപോലെ ക്രിസ്ത്യൻ സിനിമ, കുറേ സിനിമകളുണ്ട് അതിൽ. അങ്ങനെയുള്ള ഇത് വെച്ചിട്ട് സിനിമ തന്നെ എടുക്കാൻ പാടില്ല. തലമുറകൾ നശിക്കുന്നത് സിനിമയും കൊണ്ടിട്ട് നശിക്കുന്നുണ്ട്. സിനിമയിൽ വരുന്നതാണല്ലോ ഈ കുട്ടികൾ ഇങ്ങോട്ട് കാണിക്കുന്നത്. ഒരു കൊലപാതകം ചെയ്തിട്ട് എങ്ങനെ അത് മറയ്ക്കണമെന്ന് കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചിന്തിക്കുന്നു, അല്ലേ? അപ്പോൾ ഇതൊക്കെ എല്ലാത്തിലും കൂടി വരുന്ന തന്നെയാണ് സിനിമ. നമ്മൾ ജനിക്കുന്നതിന് മുന്നുള്ള കാര്യങ്ങളൊക്കെ പുതുതായിട്ട് എടുത്തിടുന്നു. ഇതിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുന്നു കുട്ടികൾ. എങ്ങനെ കൊല്ലണമെന്നാണ് അപ്പോൾ കുട്ടികൾ ചിന്തിക്കുക. 19-15 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒരാളെ എങ്ങനെ ശരിയാക്കണമെന്നാണ് നോക്കി നടക്കുന്നത്. ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ്. ഇത് എല്ലാവരും കൂടി എല്ലാം കൊണ്ട് അത് ഇതാക്കുക, അത്രയേ ഉള്ളൂ, പറയാൻ പറ്റുള്ളൂ. അതേപോലെ സ്കൂളുകളിൽ ഇത് എങ്ങനെ നിയന്ത്രിക്കാൻ കൊണ്ടുവരും? സ്കൂളിൽ നിയന്ത്രിക്കാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പുറത്തുനിന്ന് ഈ കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നേരിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് പോലീസുകാർ ശ്രദ്ധിക്കണം. പോലീസുകാർ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾക്ക് ഇടപെടും, ആവശ്യമുള്ളതിൽ ഇടപെടുന്നില്ല. ഇവരെ പിടിച്ചിരുന്നാൽ അങ്ങോട്ട് വിടുക ചെയ്യണത്. അത് കുറച്ചല്ലേ ഉള്ളൂ, ചിലപ്പോൾ വിടും, ചിലപ്പോൾ സ്വാധീനം കൊണ്ട് വിടും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പോലീസ് എവിടെ ശ്രദ്ധിക്കുന്നു? അവർക്ക് വേറെ എന്തെങ്കിലും വണ്ടി പിടിക്കുക അതൊന്നൊക്കെ ശ്രദ്ധിക്കുള്ളൂ. വണ്ടി പിടിച്ച് ഫൈൻ കൊടുക്കുക, ഇതൊക്കെ ഇപ്പോൾ പോലീസിൻ്റെ ഡ്യൂട്ടിയിലുള്ളൂ. അല്ലാണ്ട് റസ്മാവുക അങ്ങനെയുള്ള പിടിക്കാനുള്ളതൊന്നും പോലീസിന് അധികാരപ്പെട്ട വഴിയിൽ വരുന്നില്ല. അപ്പോൾ ഈ പോലീസ് അനാസ്ഥ ഉണ്ടെന്ന് പിന്നെ ഉറപ്പല്ലേ? ഒരാൾ ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ആളെ ചിന്തിക്കുള്ളൂ, മറ്റാളെ വിളിച്ച് ചോദ്യം ചെയ്യില്ല. എന്തിനാണ് ചെയ്തു, എനിക്കൊരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ പഴയന്നൂർ സ്റ്റേഷനിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായി. എൻ്റെ ഭാര്യ വാട്സപ്പ് വഴിക്ക് പൈസ അയക്കണുണ്ട്. ഞാൻ രാവിലെ പരാതിയായിട്ട് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞത് എഴുതിക്കൊണ്ട് വരാനാണ് പറഞ്ഞത്. അപ്പോഴേക്ക് ഭാര്യയെ കൊണ്ട് പരിചയം കൊടുത്തത് ടോർച്ചർ ചെയ്യണമെന്നാണ് കൊടുത്തത്. ഈ പൈസ അയച്ചു കൊടുക്കുന്ന ആളിനെ കുറിച്ചല്ല പറയുന്നത്, അയച്ചു കൊടുത്ത ആളിനെ വിളിച്ചല്ലേ ഇവർ ചോദിക്കണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ആയോ എന്ന് ചോദിക്കണം. അതല്ല, എന്നെ വിളിച്ചിടാ ഭീഷണിപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ചേട്ടാ, അതുപോലെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മളെ ഈ പണ്ടൊക്കെ കൂട്ടുകുടുംബമാണ്, അപ്പോൾ ചെറിയൊരു തെറ്റാണെങ്കിലും പണ്ട് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു മുറിയിൽ ഒരുപാട് ആൾക്കാർ കിടക്കും. ഇന്ന് ഒരു വീട്ടിൽ ഒരു വീട് വെച്ചിട്ട് 2 ആളാണ്. അന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ കഴിച്ചിട്ട് പുറത്തേക്ക് പോകും, ബാത്റൂമിൽ പോകും. ഇപ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലേക്കാണ് പോവുക. അങ്ങനെയുള്ള കാലം അല്ല. ഇപ്പോൾ ഈ കൂട്ടുകുടുംബം ആയതുകൊണ്ട് ചെറിയ തെറ്റുകളാണ് തിരുത്താൻ പറ്റും. ഇപ്പോൾ എല്ലാം അണുകുടുംബത്തിലായി. അതും കൂട്ടുകുടുംബത്തിനെ പോലെ ഇപ്പോഴുള്ള തലമുറയ്ക്ക് വരില്ല. ഇപ്പോഴുള്ള തലമുറ എന്ന് വെച്ചാൽ പെണ്ണ് കെട്ടി അപ്പം മാറി. അല്ല, അപ്പോൾ അതും ഈ കുട്ടികളുടെ ഈ ഡ്രഗ്സ് അതിലോട്ട് പിന്നെ പ്രേരിപ്പിക്കല്ല. അതായത് മൊബൈൽ മെയിൻ മൊബൈലാണ് ഇപ്പോൾ കുട്ടികൾ. ഒന്നുകിൽ ഗെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണും. മൊബൈലിൽ കൂടി തന്നെയല്ലേ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഞങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞു. എവിടെ പിടിക്കണു? ഒന്നും പിടിക്കണില്ല. പിടിക്കണമെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ, പിടിക്കുന്നില്ല. അതേപോലെ ഈ ഗവൺമെന്റിനും പോലീസിനും എന്ത് തരം പ്രിവെൻഷൻ കൊണ്ടുവരാം? ഇതെങ്ങനെ നിയന്ത്രണം? പോലീസിനെ നിയന്ത്രിക്കണമെന്ന് വെച്ചാൽ നിയന്ത്രിക്കാം. അവർ ഇതിൽ തലയിടുന്നില്ലല്ലോ. അവർ കണ്ടു കിട്ടിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫർമേഷൻ കൊടുത്താലോ കണ്ടു കിട്ടിയാലോ പിടിക്കുന്നല്ല. അവരവിടെ അന്വേഷിച്ച് പിടിക്കണം. അതിന് അവർക്ക് സമയമില്ല. അവർക്ക് 100 കൂട്ടം പണികളാണ്. ഇതിനെ മാത്രമായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ഇതിനെ മാത്രമായിട്ട് നടക്കാം. ഇത് നമ്മളും കൂടി കുറച്ച് ശ്രദ്ധിച്ചാലേ. ഇതിപ്പോൾ വീട്ടിലെ ആൾക്കാർ ശ്രദ്ധിക്കുക. മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ താമസിച്ചു പോയി, നീ എവിടെ നിന്ന് വരുന്നു എന്ന് മക്കൾ അമ്മമാരും അച്ഛന്മാരും ചോദിക്കണേ. ഈ ചോദിക്കാൻ അച്ഛനും അമ്മമാർക്കും സമയമില്ല. അവർക്ക് പരക്കം പാച്ചില, പൈസ എന്നുള്ള പരക്കം പാച്ചിലല്ലേ. അപ്പോൾ ഇത് പൈസ ആയി വരുമ്പോഴത്തേക്ക് ആരും ഉണ്ടാവില്ല തിന്നാൻ. അതന്നെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് തന്നെയാണ്. എല്ലാം പോലീസ് നോക്കും, എല്ലാം അവർ നോക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് നമ്മൾ നോക്കിയാൽ മാത്രമാണ് പോലീസിനും കുറച്ച് ജോലി കമ്മിയാവും. ഇതങ്ങനെയല്ല. ഇതെല്ലാം പോലീസ് നോക്കിയോട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. കേരളത്തിൽ ഒന്നും നടക്കില്ല. പോലീസ് ചെയ്യുന്നിടത്തോളം അവർ ചെയ്യണുണ്ട്, ചെയ്യില്ല എന്നല്ല. പക്ഷെ കുറച്ച് പാഴ്ചകൾ പോലീസിലുണ്ട്, ഇല്ലാഞ്ഞിട്ടുമല്ല. എല്ലാതും അവർ ചെയ്യണമില്ല. വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ഒക്കെ റെഡിയായി പോയി. പാവപ്പെട്ടവനാണെങ്കിൽ 2 എണ്ണം കൊടുക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ നിയമം അതാണ്. എല്ലാ നിയമങ്ങളും ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് കൊടുത്തു, ആണുങ്ങൾക്ക് ഒരു നിയമമില്ല. പെണ്ണുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റിൽ വരണില്ല. ആണുങ്ങളെ ഒന്ന് എന്താ എവിടേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അവൻ ജയിലിലാണെങ്കിൽ ജയിലിൽ. ഈ നിയമങ്ങൾ ആദ്യം മാറ്റണം. ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റ് അതിനെ പിടിച്ച് പുറത്ത് കൊടുക്കുക, ഒറ്റ വെട്ട കൊന്നു, പരിപാടി കഴിഞ്ഞു. എന്താ ഗൾഫ് രാജ്യം ഇതേപോലെയുള്ള രാജ്യമല്ലേ?
അവരൊക്കെ ഇങ്ങനെ അവരുടെ നാട്ടിലൊക്കെ ഇതുണ്ട്. പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞാൽ അവർ ആളെ ഇല്ലാണ്ടാക്കി വിടുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആളെ പിടിച്ചാൽ 2 ജാമ്യത്തിന് പോയാൽ വിട്ടു. പിന്നെ നാളെ അവൻ എന്താ ചെയ്യുക? ഇത് തന്നെ ചെയ്യുള്ളൂ. വന്നിട്ട് ഒരു കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ നാളെ അവൻ കൂടുതൽ ചെയ്യും. കുറച്ച് പിടിച്ചപ്പോൾ അവർ വിട്ടല്ലോ പോലീസ്. അപ്പോൾ നമ്മൾ കൂടുതൽ പിടിച്ചാൽ പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് ഇറക്കിക്കൊണ്ട് പോകും. അതായത് ഈ സംഭവം കച്ചവടം ചെയ്യുന്ന ആളിൻ്റെ അടിവേര് വെട്ടി എല്ലാതും എടുക്കുക. ഒരാളെ പിടിച്ച് അവൻ്റെ കീഴിൽ ഈ സാധനം വീട്ടിൽ സമ്പാദ്യങ്ങൾ കംപ്ലീറ്റ് പിടിച്ചെടുക്കണം. എന്നാലാണ് അത് നിൽക്കുള്ളേ. ഇത് വെറുതെ ഇങ്ങനെ വന്ന് പാടുപെട്ടിട്ടൊന്നും നിൽക്കൊന്നുമില്ല. ഇതിങ്ങനെ നമ്മളിങ്ങനെ നടക്കുക, അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന സംഭവം എന്ന് പറയുന്നത് ഈ വീട്ടിലെ പ്രസവിക്കുന്നതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് പല അന്ധവിശ്വാസമാവാം, അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ് പല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന സംഭവത്തിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അക്യുപഞ്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിൽ ഹോസ്പിറ്റൽ പ്രിഫറൻസ് ചെയ്യണമാണോ നല്ലത്, അതോ വീട്ടിൽ തന്നെ ചെയ്യുന്നതിന് എങ്ങനെ തടയാം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം ഒരു കുട്ടിയുടെ ജീവനാണ്. അപ്പോൾ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഞങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കണം കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതാണ് കുട്ടിയുടെ പ്രസവിക്കുന്ന ഒരു സ്ത്രീയുടെയും ആരോഗ്യത്തിന് നല്ലതും അത് തന്നെയായിരിക്കും. അല്ലാതെ വീട്ടിൽ ഒരു പ്രസവം നടക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു ഹെൽത്ത് നല്ല രീതിയിൽ കുട്ടിയുടെ ആയാലും അമ്മയുടേതായാലും ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരിക്കലും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. ഒരു ഡെലിവറി നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടർ സഹായം വേണം. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ഹോസ്പിറ്റലൈസ്ഡ് ആവണമെന്നാണ് അഭിപ്രായം. പിന്നെ വീട്ടിൽ തടയുന്നത് തീർച്ചയായിട്ടും അത് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം വീട്ടുകാരുടെ എപ്പോഴും ഒരു പ്രസവിക്കുന്ന ഒരു അമ്മയ്ക്കാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ശ്രമിച്ചാൽ മാത്രമേ അത് തടയാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. പ്രവർത്തിക്കുന്നത് അവരാണ്, പ്രസവിക്കുന്നത് അവരാണ്. അവരുടെ സാഹചര്യം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. പിന്നെ പ്രസവിക്കുന്ന പെൺകുട്ടി ഏത് സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്, അവരുടെ വീട്ടിൻ്റെ ചുറ്റുപാട് എന്താണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് അവർ തന്നെ വിചാരിക്കണം. നമുക്ക് പൊതുസമൂഹത്തിൽ നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. വിദ്യാഭ്യാസം നമുക്കതിനൊരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ എങ്ങനെ കൊടുക്കാം അവയർനെസ് പ്രാഥമികമായിട്ട് നമുക്ക് സ്കൂളുകളിൽ നിന്ന് തുടങ്ങാം. നമ്മൾ നിലവിൽ നോക്കുമ്പോൾ കുട്ടികളിൽ നമ്മൾ പോക്സോ കേസുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതിന് അറിവില്ലായ്മ അതിനകത്ത് വരുന്നുണ്ട്. കുട്ടികളിൽ നിന്ന് തുടങ്ങി കോളേജുകളിൽ പൊതുവായിട്ട് ക്ലാസ്സുകൾ, പിന്നെ സ്ത്രീകൾ കൂടുന്ന പല ഇടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബശ്രീ രീതിയിൽ പിന്നെ കോളേജുകൾ വേസ്, സ്കൂൾ വേസ്, അങ്ങനെ ബേസിക്കായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കൊടുത്തായിരിക്കും അവർക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവോ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പൊതുവായിട്ട് നമ്മുടെ സ്ത്രീ സംഘടനകളുണ്ട്, വിമൻ റൈറ്റ്സ് കമ്മീഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കമ്മീഷൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ തന്നെ മുന്നിട്ടിറങ്ങി ഇതിൻ്റേതായിട്ടുള്ള ക്ലാസ്സുകൾ നൽകുമ്പോഴത്തേക്കും അവർക്ക് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ടൊരു വിദ്യാഭ്യാസം അവർക്ക് അതിൽ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ അവരുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ അവർക്ക് മനസ്സിലാകും. അത് ഉള്ളിൽ അവർ ഏൽക്കും. അപ്പോൾ ഉറപ്പായിട്ടും വിദ്യാഭ്യാസത്തിലൂടെ അവർക്കുള്ളൊരു ക്ലാസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ വിഷയത്തിൽ അവർ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഊന്നിപ്പറയുന്നതെന്ന് പറഞ്ഞാൽ അക്യുപഞ്ചർ പോലത്തെ പ്രാക്ടീസസ് അവർ ചെയ്തു. അത് വഴിയാണ് അവർക്ക് അതിൽ സേഫാണ്, വേറെ പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അവർ ബ്രെയിൻ വാഷ് ചെയ്തതുപോലെ അവർ സംസാരിച്ചത്. അപ്പോൾ അതുമാത്രമല്ല പലയിടങ്ങളിലും ഭർത്താക്കന്മാർ ആണ് പോകണ്ട എന്ന് പറഞ്ഞ് അവരെ നിയന്ത്രിക്കാറുണ്ട്. ഈ ലാസ്റ്റ് നടന്ന വിഷയത്തിൽ പോലും ഈ ആശാ വർക്കേഴ്സ് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ തെറ്റായ ഇൻഫർമേഷനാണ് കിട്ടിയത്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ആശാ വർക്കേഴ്സും പോലീസിനും നിയമത്തിനും എന്ത് രീതിയിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും? പരിഹാരം എന്നുള്ള രീതിയിൽ പരിഹാരം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ ആശാ വർക്കേഴ്സ് പോകുമ്പോൾ അവർക്ക് കുട്ടിയുടെ ആരോഗ്യനില
നോക്കേണ്ട ഒരു കടമ അവർക്കുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ കുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് ഒരു സയൻറ്റിഫിക്കായിട്ട് ഒരു ഡോക്ടറിനെ വീട്ടിലേക്ക് ആശുപത്രിയിലോട്ട് പോകാൻ അയാൾ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ വീട്ടിലോട്ട് കൊണ്ടുപോയി അവരുടെ സാഹചര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ആ കുട്ടിയുടെയും അമ്മയുടെയും ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പിന്നീടുള്ള തുടർന്ന് നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഇന്നത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായങ്ങളും ചിന്തകളും എല്ലാം വ്യത്യാസമാണ്. നമുക്കൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ അതിന് 100 ന്യായങ്ങൾ കണ്ടെത്തി അതിനെ എതിർത്ത് നിൽക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ലീഗലി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പെൺകുട്ടി വരണമെന്നില്ല. അപ്പോൾ ഡോക്ടർ നമുക്ക് അവരുടെ അടുത്തോട്ട് പോവുകയോ അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നീട് കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പതിയെ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ പിന്നെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നിയമം കർശനമായാൽ ഇത്തരം ഇത് നിയന്ത്രിക്കാം തന്നെയാണ്. നിയമം കർശനമായാലും നിയമത്തിന് ഒരു പരിധിയുണ്ട്. നിയമത്തിനെതിരായിട്ടാണ് ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ നിയമം കർശനമാക്കിയാലും അതിനെ ലംഘിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ നിയമത്തിന് ഒരു പരിധിയുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അവയർനെസ് കൊടുക്കുക, അവരുടെ ജീവനെ പറ്റിയിട്ട് അവർക്ക് തന്നെ ഒരു ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്ക് ചോദിക്കാം. ഹായ്, പേര്? സാനിയ കെ സണ്ണി. ഓക്കെ, ഞാൻ ഇവിടെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കറൻ്റ്ലി ഒരു പ്രശ്നമുണ്ടായി മലപ്പുറത്ത്. ഒരു പ്രഗ്നൻ്റായ ലേഡി അത് അവർ ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം വീട്ടിൽ ഡെലിവറി അതിനെ തുടർന്ന് അവർ മരിക്കാനിടയുണ്ടായി. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ആൾക്കാർ വീട്ടിൽ തന്നെ പ്രസവിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വളരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലെ ആൾക്കാർ അതിനിടയിൽ ചെറിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലാണ് കുറച്ചും കൂടെ ബെറ്റർ. വീട്ടിൽ അങ്ങനെ കഴിയില്ല. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി വീട്ടിൽ പോയി ശരിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹോസ്പിറ്റലാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പോൾ ഇത് വീട്ടിലാണെങ്കിൽ അവർക്ക് മെഡിക്കലായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഹോസ്പിറ്റലാണ് കുറച്ചും കൂടെ നല്ലത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ചേച്ചി പേര്? ടീന. ഓക്കെ ചേച്ചി, മലപ്പുറത്ത് ഒരു പ്രസവത്തെ തുടർന്ന് ഒരു സ്ത്രീ മരിച്ചു, വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ചു എന്നുള്ളത് അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് ഈ രീതിയിലുള്ള പ്രസവം വീട്ടിനകത്ത് എടുക്കുന്നത് ശരിയല്ല എന്നതാണ് എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ. പിന്നെ ഐതിഹ്യമായിട്ടുള്ളൊരു രീതിയിലോ അല്ല മറ്റൊരു രീതിയിലോ പ്രസവത്തെ അത് വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കണം എന്ന് അവർ ചിന്തിച്ചതും അത് അവർ അവിടെ ചെയ്തതും തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ നിയമപരമായി നേരിടാം എന്നാണ് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാട്? അത് നിയമപരമായിട്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരത് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് നിയമപരമായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അതിൻ്റേതായിട്ടുള്ള നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം പറയാനുള്ളത്. ഇതിനിങ്ങനെ തുടർച്ചയായിട്ട് മുമ്പോട്ട് പോകുന്നത് എന്നെപ്പോലെയുള്ള മറ്റു സ്ത്രീകൾക്കും അതൊരു ദോഷം തന്നെയാണ്. ചേച്ചി, ഇതിനെ തുടർന്ന് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ചേച്ചി മനസ്സിൽ കാണുന്നത്? ആശാവർക്കർമാരെ പോലെയുള്ളവരാണ് സാധാരണ ഇതിൽ ബോധവൽക്കരണം നടത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചേച്ചി അതിനോട് അഭിപ്രായം എങ്ങനെയാണ്? ആശാവർക്കറെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈയിടയ്ക്ക് മലപ്പുറത്ത് ഒരു വിഷയം നടന്നതറിയാമല്ലോ, ഈ ഒരു പ്രസവത്തെ തുടർന്ന് സ്ത്രീ മരിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ വീട്ടിൽ ഒരു പ്രസവം നടത്തുന്നത് തെറ്റെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹോസ്പിറ്റലിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴെന്ന് വെച്ചാൽ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ എന്തുമാത്രം ആശുപത്രി പോകുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ വീട്ടിൽ പണ്ടിങ്ങനെ മുമ്പ് ഇങ്ങനെ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെയെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ആൾക്ക് ആരോഗ്യവുമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ 2025 ഇങ്ങനെ ഒരു അഭിപ്രായം ഇത് കേട്ടപ്പോൾ തന്നെ നമുക്കതൊരു അന്ധവിശ്വാസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും അത് ഹോസ്പിറ്റലിലാക്കുന്നതായിരുന്നു ഏറ്റവും ഉചിതം. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഹോസ്പിറ്റലിലാക്കുന്നതായിരുന്നു നല്ലത്. പണ്ടുള്ള കാലത്തൊക്കെ അത് നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോൾ ഹോസ്പിറ്റൽ തന്നെയാണ് നല്ലതായിരുന്നത്. ഒരുപാട് ആളുകൾ ഇതിനെ തുടർന്ന് വീട്ടിൽ പ്രസവിക്കണമെന്ന് വാദിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പം അവരിൽ എങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അത് അങ്ങനെ വാദിക്കുന്നതേ തെറ്റാണ്.
ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അസുഖങ്ങൾ ഓരോന്ന് പണ്ടെന്ന് വെച്ചാൽ വേറെ ഒരു അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ പല അസുഖങ്ങളാണ്. അപ്പം നമ്മളത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കത് ആദ്യമേ അവർ കണ്ടുപിടിച്ച് ഒരു പ്രസവം എന്നൊക്കെ പറയുന്നത് അത്ര ഒരു സീരിയസ് കാര്യമാണല്ലോ. ഹോസ്പിറ്റലിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചിന്തിക്കുന്നത് പോലും ഇപ്പോൾ ഒരു അബദ്ധം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായത്തിൽ. വീട്ടിൽ പ്രസവിക്കുന്നത് എന്നതൊരു അബദ്ധം തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. എന്തായാലും ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ല, ഇപ്പോൾ ഇവരിൽ തെറ്റിദ്ധാരണയുള്ളത് എങ്ങനെ മാറ്റാം? അവർക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം? കാരണം ഇതുപോലെയുള്ള ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ യൂട്യൂബ് ചാനൽ അങ്ങനെയൊക്കെയുള്ള ഇത് കണ്ടുകൊണ്ടായിരിക്കും വീട്ടിൽ അങ്ങനെ ഒരു സംരംഭത്തിന് മുതിർന്നിട്ടുള്ളത്. കാരണം മുമ്പത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാർക്കെന്ന് വെച്ചാൽ അത്രയും നല്ല വൈദഗ്ധ്യം ഉണ്ടായിരുന്നു പ്രസവം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളൂ. ഇപ്പോഴെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ ഉള്ള നാട്ടിലൊന്നും അങ്ങനെയുള്ള ആൾക്കാരില്ല. കാരണം എല്ലാവരും ഇങ്ങനെയുള്ള ഗൈനക്കോളജിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെയുള്ള സമയത്ത് നമുക്ക് എന്തായാലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവരിൽ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവർ ഹോസ്പിറ്റൽ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് അക്യൂപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് ഇവർക്ക് ഇതിനെ പറ്റി ധാരാളം അറിയാമെന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, വീട്ടിൽ തന്നെ പ്രസവിക്കാൻ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് അവർ വാദിക്കുന്നത് തന്നെ. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? വാദിക്കുന്നതേ തെറ്റാണ്. അങ്ങനെ വാദിക്കുന്നതേ തെറ്റാണ്. അക്യുപഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ നാടി പിടിച്ചുള്ള ഒരു ചികിത്സ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വച്ചുകൊണ്ട് തന്നെ ഒരു പ്രസവം പോലെയുള്ള ഒരു സങ്കീർണമായ ഒരു ഇതിലോട്ട് കിടക്കുന്നത് വളരെ തെറ്റിദ്ധാരണയാണ്. അത് ഈ ഒരു വിവരം വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ അക്യുപഞ്ചർ എന്ന് പറയുന്നത് നാടി പിടിക്കുകയാണ്. ഇപ്പോൾ ഇത് വെച്ചുകൊണ്ട് മാത്രം നമ്മളൊരു പ്രസവം, കാരണം അത് നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും അവരെ പ്രേരിപ്പിച്ചത് തെറ്റെന്ന് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആ കുട്ടിക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടത്.